കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1410 90ാമത് വാർഷിക പൊതുയോഗം നടത്തി. ബാങ്ക് പ്രസിഡന്റ് ബിജു ഇരിക്കൽ അധ്യക്ഷനായി. കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1410 90ാമത് വാർഷിക പൊതുയോഗം നടന്നു. ബാങ്ക് പ്രസിഡന്റ് ബിജു ഇരിക്കലിന്റെ അധ്യക്ഷതയിലാണ് വാർഷിക പൊതുയോഗം ചേർന്നത്. മൊത്തത്തിൽ സഹകരണ മേഖല മൊത്തത്തിൽ ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്നത് ഈ കാർഷിക വിഭവങ്ങളുടെ വിറ്റഴിക്കലും വാങ്ങലും ഈ പറഞ്ഞുള്ള സംഭരണവും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വായ്പ എടുക്കുന്ന ആളുകൾ നമ്മുടെ വായ്പ എടുക്കുമ്പോൾ തന്നെ കെട്ടുതെങ്ങ് വ്യവസ്ഥയിൽ വായ്പ എടുക്കുന്നു. ആ കെട്ടുതെങ്ങ് വ്യവസ്ഥയിൽ തന്നെ നാളികേരം കൃത്യമായി 2 ഫീൽഡ്മാൻമാർ പോയി നാളികേരം കളക്ട് ചെയ്ത് നമ്മുടെ ബാങ്കിൽ വന്ന് ലേലം ചെയ്ത് ഇവിടെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നാളികേരത്തിൻ്റെ വില നിശ്ചയിച്ചിരുന്നത് തന്നെ ഒരു കാലത്ത് നമ്മുടെ സ്ഥാപനം തന്നെയാണ്. അതിനകത്തൊക്കെ നമുക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ കാലക്രമേണ ഈ നാളികേരത്തിൻ്റെ വില ഒരു സമയത്ത് നമുക്ക് വളരെയധികം ഇടിഞ്ഞു പോവുകയും ഈ മണ്ടരി മറ്റു രോഗങ്ങളൊക്കെ വന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നാളികേരത്തിന് വിലയില്ലാത്തൊരവസ്ഥയിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ആവശ്യക്കണക്കിന് നാളികേരം കേരളത്തിലേക്ക് വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ നാളികേരത്തിന് ഡിമാൻഡ് ഇല്ലാതൊക്കെ വന്ന കാലമുണ്ട്. അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ മാത്രമല്ല നാളികേരം കൃത്യമായി ഇട്ടുതരാൻ വേണ്ടിയിട്ടുള്ള തൊഴിലാളികളെ കിട്ടാത്ത ഒരവസ്ഥ നമുക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ കൃത്യമായി നടന്നുകൊണ്ടിരുന്ന ആ ഒരു പ്രോസസ്സിങ് അത് പതുക്കെ അത് ഈ പറഞ്ഞ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പല ശ്രമങ്ങൾ ഇവിടെ കെ എൻ പിള്ളച്ചേട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് നാളികേരം സംഭരിക്കുകയും ഈ നാളികേരം വിറ്റഴിക്കാനായി അദ്ദേഹം തന്നെ ഈ വണ്ടിയിലൊക്കെ ഇതെല്ലാം കയറ്റി അദ്ദേഹവും നമ്മുടെ സജീവ് മെമ്പറും ഒക്കെ ആയിട്ട് കയറ്റി സിദ്ധാർത്ഥൻ മെമ്പറും ഒക്കെ ആയിട്ട് കയറ്റി അടൂരും അങ്ങനെ ഈ പല ഭാഗങ്ങളിലും കൊണ്ട് ഈ കടകളിലൊക്കെ കൊടുത്ത സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങളും നമ്മൾ നടത്തി നോക്കിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളെല്ലാം നടത്തിയിട്ടും നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് നാളികേര സംഭരണം കാരണം കൃത്യമായി ഇട്ട് കിട്ടുന്നില്ല. അങ്ങനെ അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് നാളികേര സംഭരണം നമ്മൾ നിർത്തലാക്കേണ്ടി വന്നത്. തീർച്ചയായും നാളികേര സംഭരണം തുടങ്ങണമെന്ന് തന്നെയാണ് നമ്മൾ. SSLC +2 പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല എന്നിവയിൽ മികച്ച വിജയം നേടിയവർക്ക് വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളായ TP അനിൽകുമാർ, S അനിലാൽ, സുജിത്ത് സുകുമാരൻ, PT ബേബിലാൽ, K ജഗൽജീവ്, R കാർത്തികേയൻ, O ശിവപ്രഭ, R ബിന്ദു, P ഗീത എന്നിവർ സംസാരിച്ചു. മാനേജിംഗ് ഡയറക്ടർ മിനി ഭാനു സ്വാഗതം പറഞ്ഞു. ബാങ്ക് ഭരണസമിതി അംഗം B ഷൈജു കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.